friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് നുറുക്കിന്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ്. നമ്മുടെ ചാനൽ തന്നെ നേരത്തെ ഗോതമ്പ് നുറുക്കിന്റെ ലഡ്ഡു, ഫലൂഡ, പൊങ്കൽ വരെ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം എന്തുകൊണ്ട് ഒരു ഐസ്ക്രീം തയ്യാറാക്കി കൂടാ ആ ഒരു ചിന്താഗതിയിലാണ് ഇതൊരു പിസ്ത ഫ്ലേവർഡ് ഐസ്ക്രീം ഞാൻ തയ്യാറാക്കിയത്. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷേ അതൊന്ന് രുചിച്ച് നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന അതേ ഐസ്ക്രീമിന്റെ രുചി തന്നെയാണ്. എന്നാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പാൽപ്പൊടിയോ കണ്ടൻസ് മിൽക്കോ ക്രീമോ അല്ലെങ്കിൽ കോൺഫ്ലവർ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവ മാത്രം മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വരും നമുക്ക് വേഗം എങ്ങനെയാണ് റെസിപ്പി ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് റേഷൻ കിട്ടി ഗോതമ്പ് നുറുക്കാട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗോതമ്പ് നുറുക്ക് നമ്മൾ 1/2 കപ്പേ എടുക്കുന്നുള്ളൂ. ഈ ഒരു അളവിൽ തയ്യാറാക്കുമ്പോൾ എന്തായാലും ഒരു 4-5 പേർക്ക് ഉറപ്പായിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷറിംഗ് കപ്പ് തന്നെ എടുക്കണമെന്നില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതായാലും എടുത്താൽ മതിയോ. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, അളവുകളൊക്കെ കറക്റ്റായിട്ട് ഏത് ഗ്ലാസ്സിലാണ് എടുത്തിട്ട് അതിൽ തന്നെ ഒരുപോലെ എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്ന് കഴുകി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം. ഇനി ഈ കഴുകി എടുത്തിരിക്കുന്ന ഗോതമ്പ് നുറുക്കിലേക്ക് നമുക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ഈ ഗോതമ്പ് നുറുക്കൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1-1.5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അല്പസമയം ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. എന്നാലേ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മുതൽ 15 മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആവുന്ന വരെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുകയും വേണം. അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ടതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുകയും വേണം. അതായത് ഇതിൻ്റെ അകത്തുള്ള ഈ ബാക്കിയുള്ള മട്ടയൊക്കെ ഉണ്ടല്ലോ, അത് മാറി കിട്ടുകയും വേണം. അപ്പോൾ ആ രീതിക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പിന്റെ പാലാണിത്. ഇതൊരു 240 ml കപ്പിൽ അളന്നു നോക്കുമ്പോൾ ഏകദേശം 1.5 കപ്പ് ഉണ്ട്. അതേപോലെ തന്നെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് അളക്കുമ്പോൾ അതും ഒരു 1.5 ഗ്ലാസ് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്കിന്റെ പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് 500 ml പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തേക്കാണ് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1/4 കപ്പ് പഞ്ചസാര അളവ് കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത്രയും മധുരം വേണ്ട എന്ന് തോന്നിക്കാൻ നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് ഒന്ന് കുറുകി വരണം. കുറുകി വരാൻ വലിയ സമയമൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ ഫ്ലെയിം മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അതായത് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലോട്ടോ ഹൈ ഫ്ലെയിമിലോട്ടോ മാറ്റിയതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കണം. എന്തായാലും ഇതൊരു 10-15 മിനിറ്റ് എന്തായാലും പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അധികം കുറുകി പോരുത്. ഇതിന്റെ പാകം ഇങ്ങനെ ഞാൻ അവസാനമായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് ആയതുകൊണ്ട് തന്നെ കട്ട് കുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടിയിൽ അത് കട്ട് കുത്തിപ്പോകും. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ചും കൂടി ഒന്ന് ക്രീമി ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിന് ചെറുതായിട്ട് ഒരു ഉപ്പിന്റെ ടേസ്റ്റ് വന്നു പോകും. ഇനി ബട്ടറിന്റെ ആവശ്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഞാൻ ഈ എസൻസ് ഒക്കെ അതിൻ്റെ അടപ്പിൽ തന്നെയാണ് അളന്നെടുക്കാറ്. അപ്പോൾ ഏകദേശം അതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളിന്ന് തയ്യാറാക്കുന്നത് പിസ്ത ഐസ്ക്രീം ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പിസ്തയുടെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ ഫ്ലേവറും ഒന്നും തന്നെ ഇല്ലാത്ത വാനില ഐസ്ക്രീം ആണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. പകരം ഇത് ഡയറക്റ്റ് ഫ്രീസറിലോട്ട് കയറ്റി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഞാനിതൊരു പിസ്ത ഫ്ലേവറിൽ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഒരു 3-4 ഡ്രോപ്പ് പിസ്ത സിറപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കളർ വേണ്ടാന്ന് തോന്നിക്കാൻ 1-2 തുള്ളിയിൽ ഒതുക്കാവുന്നതാണ്. കാരണം നമ്മൾ വീട്ടിലൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് പിസ്ത ഐസ്ക്രീമിന് നമ്മൾ സാധാരണ ഏലക്ക പൊടിച്ച് ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നോക്കിക്കോളൂ, ഇതാണ് ഇതിന്റെ പാകം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് തണിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുകയും വേണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഐസ്ക്രീം വെറുതെ ഇങ്ങനെ തന്നെ അടപ്പ് വെച്ചിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റലൈസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഐസ് കട്ടകളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്.
അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാൽ പാക്കറ്റിന്റെ കവറോ അല്ലെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കിട്ടിയതിന്റെ കവറ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് റാപ്പർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടായാലും അടച്ചു വെക്കാം. ഇനിയിപ്പോൾ ഇത് വേറൊന്നും ചെയ്യാനില്ല. നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ കയറ്റിയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ അവസ്ഥ എന്താണെന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്, മുഴുവനായിട്ട് സെറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയും വേണം. ഇനി ഈ ബോക്സിലേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്ന പിസ്തയാണിത്. അത് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പിസ്ത എങ്ങനെ സിറപ്പ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചായിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ ആ സിറപ്പും കൂടി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അളവിന് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഫ്രീസറിൽ കയറ്റി നമുക്ക് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അരച്ച് സെറ്റാക്കി എടുത്തിരിക്കുന്ന ഐസ്ക്രീമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് 2 തവണയ്ക്ക് പകരം 1 തവണ ഇത് അരച്ചെടുത്ത് പോയിക്കാൻ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുമാതിരി നമ്മുടെ വീട്ടിലുള്ള ഐസ് കട്ട കടിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് ഇതുപോലത്തെയുള്ള ടെക്സ്ചറിൽ കിട്ടണമെങ്കിൽ 2 തവണ എങ്കിലും അരച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്ത തവണ ഗോതമ്പ് നുറുക്ക് കഴിച്ച് ബോറടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ബാക്കി വരുന്ന ഗോതമ്പ് നുറുക്കാണെങ്കിൽ ഇതുപോലെയുള്ള പിസ്ത ഐസ്ക്രീം തയ്യാറാക്കി നോക്കൂ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കാത്ത ഐസ്ക്രീം അല്ല എന്ന് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഞാൻ പറയുവാണെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിനെക്കാളും നല്ല രുചി തന്നെയായിരിക്കും. അപ്പോൾ 1 തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഇഷ്ടപ്പെടാൻ പോകുന്നത് പ്രത്യേകിച്ച് കുട്ടികൾക്കാണ്. എന്നാൽ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം തന്നെയായിരിക്കും ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുമാത്രമല്ല, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഒരു വെറൈറ്റി റെസിപ്പി നിങ്ങൾക്ക് ഒന്ന് ചേരും. അതുമാത്രമല്ല, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ ഈ റെസിപ്പി മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.